ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 7 ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. അതായത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ വേണ്ട വേറൊരു റിക്വയർമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കൺസിഡറേഷൻ. അതിൻ്റെ ഒബ്ജക്റ്റൊക്കെ വളരെ ലീഗലായിരിക്കണം, ലോഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ മാത്രമാണ് ആ കോൺട്രാക്റ്റ്, അതായത് ഈ രണ്ട് പോയിന്റ് ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അത് എപ്പോഴാണ് അത് അൺലോഫുള്ളായി മാറുന്നത്? ഒന്ന്, ഫോർബിഡൻ ബൈ ലോ, നിയമം തന്നെ അത് വിലക്കപ്പെട്ട കാര്യങ്ങളായി പറയുമ്പം, അതല്ലെങ്കിൽ അതിലൊരു പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മറ്റൊരു വ്യക്തിക്കോ അവരുടെ പ്രോപ്പർട്ടിക്കോ ഒക്കെ ഇഞ്ചുറി ഉണ്ടാവുമെങ്കിൽ, അല്ലെങ്കിൽ കോടതി തന്നെ അതിനൊരു ഇമ്മോറലാണ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് അൺലോഫുൾ ആയിട്ട് മാറുന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏതൊക്കെ ഒരു സർക്കംസ്റ്റൻസസിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ ആവുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, അതായത് നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും നിയമം മൂലം വിലക്കപ്പെട്ട ഒരു കാര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ അഗ്രിമെൻ്റ് വോയിഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പനിഷബിൾ ആണ് ക്രിമിനൽ ലോ ഓഫ് ദ കൺട്രി പ്രകാരം. അതിന് നമുക്ക് ഇംപ്രിസൺമെൻറ്റോ അങ്ങനെയുള്ള കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിൽ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊവിഷൻസ് അത് ഡിഫീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള അത് അൺലോഫുള്ളായിട്ട് കൺസിഡർ ചെയ്യും. ആ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവുന്നതിന് വഴി എന്തെങ്കിലും ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടൊരു പർപ്പസ് ഉണ്ടെങ്കിലും അത് വോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു അഗ്രിമെൻ്റ് വഴി ആ ഒരു വ്യക്തിക്കോ വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ, മുറിപ്പാട് ഉദ്ദേശിച്ചത് ഒരു ദോഷം അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ അതും വോയിഡ് ആണെന്നാണ് പറയുന്നത്. ഇനി അത് ഇമ്മോറൽ ആണെങ്കിൽ, അധാർമികമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും ആൻഡ് പബ്ലിക് പോളിസിക്ക് പൊതുജനങ്ങളുടേതായിട്ടുള്ള നയങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിലും ഒക്കെ അത് വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി എന്തൊക്കെയാണ് ഈ പൊതുജനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ട്രേഡിംഗ് വിത്ത് എനിമി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ശത്രുരാജ്യങ്ങളുമായിട്ട് ഉള്ള ഒരു കരാറ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വോയിഡ് ആയിട്ടൊരു കാര്യമാണ്. ആൻഡ് അഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡംനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട്. ഏതെങ്കിലും ഒരു അഗ്രിമെൻ്റ് കമ്മിറ്റ് ചെയ്യുക ക്രൈമുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്ട് ചെയ്തൊരു വ്യക്തിയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ നഷ്ടം നികത്തി കൊടുക്കുക, ഇതെല്ലാം അത് വോയിഡ് ആണെന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ അഗ്രിമെൻറ്റ്സ് ഇൻ്റർഫിയറിംഗ് വിത്ത് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്, നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന നീതി വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് അഗ്രിമെൻറ്റ്സ് ഫോർ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ, അതായത് നിയമത്തിനെ നമ്മൾ സപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ആൻഡ് ഷാംപേർട്ടി ആൻഡ് മെയിൻ്റനൻസ് അഗ്രിമെൻറ്റ്സ്, അതായത് ഇത് വോയിഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഒരു അസിസ്റ്റൻസ് കൊടുക്കുക, ഫിനാൻഷ്യലായിട്ടോ മറ്റുള്ള തരത്തിലുള്ള അസിസ്റ്റൻസ് കൊടുക്കുക, ലീഗൽ പ്രൊസീഡിങ്സിന് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അഗ്രിമെൻറ്റ്സ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്, ചില റൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നതിലൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കുക. ആൻഡ് ചില ലിമിറ്റേഷനെ നമ്മൾ കർട്ടൈൽ ചെയ്യുക. ആൻഡ് സെയിൽ ഓഫ് പബ്ലിക് ഓഫീസേഴ്സ്, ടൈറ്റിൽ അപ്പോയിൻമെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റുകൾ. ആൻഡ് പാരൻ്റൽ റൈറ്റ്സിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, അതായത് ഒരു ഫാദർ മദർ കുട്ടികൾ ആ ഒരു ബന്ധത്തിൽ തന്നെ നമ്മൾ അവരെ ആ ഒരു ഗാർഡിയൻഷിപ്പിന് നമുക്ക് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പേഴ്സണൽ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ. പിന്നെ മാരേജ് ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ആൻഡ് റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, അതായത് മൈനർ അല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ മാരേജിൽ നിന്ന് വിലക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. അഗ്രിമെൻ്റ് ഈസ് എ റിസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുക, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഫഷൻ, ട്രേഡ്, ബിസിനസ്, അതേപോലെ ഒരു കമ്മ്യൂണിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൽ നിന്ന് തടയുന്നതൊക്കെ നമുക്ക് ഈ ഒരു പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് സെയിൽ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് അത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെ ചെയ്യുമ്പോഴാണെന്നുള്ള പറയുന്നത്. പാർട്ട്നേഴ്സ് അഗ്രിമെൻറ്റ്, അതേപോലെ തന്നെ ട്രേഡ് കോമ്പിനേഷൻസ്, സർവീസ് കോൺട്രാക്റ്റുകൾ, അതൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ജസ്റ്റ് ഒരു പോയിന്റുകൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ അഗ്രിമെൻറ്റ്സ് ടു ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ഓർ റവന്യൂ അതോറിറ്റീസ്,
agreements to create a monopoly, agreements not to bid, agreements waiving an illegality, പബ്ലിക് പോളിസി, അതിൽ തന്നെ ഡീഫ്രോഡ് ക്രെഡിറ്റേഴ്സും ഇൻഫ്ലുവൻസ് ഇലക്ഷൻ പബ്ലിക് ഓഫീസിലുമായിട്ടുള്ള അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അഗ്രിമെൻറ്റുകൾ, ഇതെല്ലാം പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറയുന്ന ചില എക്സെപ്ഷൻസ് കേസുകളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ പഠിക്കാനുള്ളത് മെയിനായിട്ട് രണ്ട് പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന്, വാട്ട് ഈസ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന് ചോദ്യം വരാം. അല്ലെങ്കിൽ നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നത് സർക്കംസ്റ്റൻസ്, ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഒരു കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും അൺലോഫുൾ ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോയിന്റുകൾ മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും 6 പോയിന്റുകളാണ് ഇതിലുള്ളത്. ഇനി ഈ 6ാമത്തെ പോയിന്റിൻ്റെ എക്സ്പ്ലനേഷനാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്, ഒരു 12 പോയിന്റ് വരുന്നത്. ഓക്കെ, അതായത് ഏതൊക്കെയാണ് പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയത് എന്ന് പറയുന്ന 6ാമത്തെ പോയിന്റിനാണ് ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നുള്ളൂ. അപ്പോൾ അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിനുള്ളൂ. നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ക്ലിയർ ആവും ഈ ഒരു ചാപ്റ്ററിന് എത്രത്തോളം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ കോമൺ ആയി പറയുമ്പം എന്താണ് ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളതും, അതിന് അൺലോഫുൾ ആവാനുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയി മാറുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, അതിനുള്ള കുറച്ച് എക്സെപ്ഷൻസും, അങ്ങനെ ഒരു 4 പോയിന്റുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കാര്യമുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇത്ര മാത്രം ഡീറ്റെയിൽ പോയിട്ടേ കാര്യമുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ ഇതിനെക്കുറിച്ചിട്ട്. നമുക്ക് എക്സ്പ്ലനേഷൻ പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ വരികയാണെങ്കിൽ മാത്രം നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്